പലപ്പോഴും വീടുകളിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് വെളുത്തുള്ളി ചതച്ചതിടുക, മണ്ണെണ്ണ ഒഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ പാമ്പിനെ അകറ്റാനാണെന്ന് പറയും. ഇതിലെന്തെങ്കിലും കാര്യം ഇല്ല, അതൊന്നും പ്രൂവൺ അല്ല. അതായത് നമ്മുടെ പണ്ട് മുതലേയുള്ള വിശ്വാസങ്ങളാണ്. ശരിക്കും ഈ പാമ്പുകളുടെ ഓൾഫാക്ടറി സെൻസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. നമ്മൾ മണക്കുന്നത് പോലെ നമ്മുടെ മൂക്ക് കൊണ്ട് നമ്മൾ ശ്വസിക്കുന്നതോടുകൂടി മണം തിരിച്ചറിയാനും നമുക്ക് ആ ഒരു കഴിവുണ്ട്. പക്ഷെ പാമ്പുകൾ ശ്വസിക്കുന്നതിന് വേണ്ടി മാത്രമാണ് മൂക്ക് ഉപയോഗിക്കുക. അത് മണം തിരിച്ചറിയുന്ന നാവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടങ് ഫ്ലിക്ക് ചെയ്യും. രണ്ടായി പിരിഞ്ഞ നാവാണ്. അതിങ്ങനെ ഇടയ്ക്ക് ഫ്ലിക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള മോളിക്യൂൾസിനെ പിക്ക് ചെയ്തിട്ട് അത് തലച്ചോറിന് മുൻവശത്തുള്ള ഒരു ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്ന ഒരു ഓർഗനിലേക്ക് കണക്ട് ചെയ്യും. അപ്പോഴാണ് ചുറ്റുമുള്ള മോളിക്യൂൾസിനെ വെച്ചിട്ട് നമ്മൾ മണം മനസ്സിലാക്കുന്നത് പോലുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ശരിക്കും അത് ഈ മണ്ണെണ്ണയുടെ മണമോ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ മണമോ ഒന്നും മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രത്യേകത പാമ്പുകൾക്കില്ല എന്നുള്ളതാണ്. സ്നേക്ക് റിപ്പല്ലൻ്റ് എന്ന് പറയുന്ന ഇപ്പോൾ ചില ചെടികളെ പറ്റിയൊക്കെ പറയാറുണ്ട്. അണലിവേഗം, സർപ്പഗന്ധ എന്നൊക്കെ പറയുന്ന ചില ചെടികൾ, തുളസി. പക്ഷേ അത്തരം ചെടികളൊക്കെ നട്ടിരിക്കുന്നിടത്തും പാമ്പുകൾ ധാരാളമായിട്ട്, തുളസിയിൽ ചുറ്റിയിരിക്കുന്ന പാമ്പുകളെയൊക്കെ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ റേഷൻ കടയിൽ മണ്ണെണ്ണ സൂക്ഷിച്ചിരിക്കുന്ന റൂമിനകത്തുനിന്നൊക്കെ പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചിട്ട് എലിയെ ആ വെളുത്തുള്ളിയിലിട്ട് പുരട്ടിയിട്ട് പാമ്പിനിട്ട് കൊടുത്തപ്പോൾ പാമ്പ് അതിനെ പിടിച്ച് കഴിച്ചിട്ടുമൊക്കെ ഉണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.